ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള KL ടവറിലാണ്. സോ നമ്മൾ മലേഷ്യയിലെ ഡേ 2 ആണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നത് KL ടവറിലാണ്. നമ്മൾ ഓൾറെഡി ഒബ്സർവേറ്ററിക്കുള്ള ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ് വരുന്നത്. നമുക്കിവിടെ നല്ലൊരു സിറ്റിംഗ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാനും പറ്റിയൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ടാണ് ഈ പ്രാവശ്യത്തെ ടൂർ കൊണ്ട് നമുക്ക് കുറേ ടൈം മൊബൈൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. സോ അതാണ് വന്ന വീഡിയോസ് ഒക്കെ കുറവാണ്, വളരെ കുറവാണ്. സോ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഒബ്സർവേറ്ററി കൂടി പോയി നോക്കിയിട്ട് അവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കപ്പിൾ ഹാപ്പിനെസ്സിന് പോയി ഒരു ഫാമിലി ഹാപ്പിനെസ്സിനാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒബ്സർവേറ്ററിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി എല്ലാവരും അവിടേക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നേരെ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, എത്ര ഇതാക്കിയിട്ട് മുകളിലേക്ക് എത്തുന്നില്ല. ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ലിഫ്റ്റൊക്കെ കയറി ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ സ്കൈ ബോക്സ് ഉണ്ട്, സ്കൈ ഡെക്ക് ഉണ്ട്, ടവർ വാക്കും ഉണ്ട്. അത് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഹൈറ്റ് എത്രയാണെന്നറിയോ? 276 മീറ്ററിൻ്റെ മുകളിലാണ് കേട്ടുള്ളത്. ഇവിടെ നമുക്ക് 360 ഡിഗ്രിയിൽ എല്ലാ കാര്യങ്ങളും കാണാം. പിന്നെ അത് ആ ബിൽഡിങ് കണ്ടോ, അത് പിന്നെ ബുർജ് ഖലീഫ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ടോളസ്റ്റ് ബിൽഡിങ് അതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നും ഫുള്ളായിട്ടില്ല. ഇതിൻ്റെ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ട് വരുന്നത്. ദെൻ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. ടിക്കറ്റൊക്കെ ഓൺലൈൻ ത്രൂ എടുക്കാം, നമുക്ക് ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുക്കാം. ദെൻ ഇതേപോലെ ഒരു ബൈനോക്കുലർ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാ ബിൽഡിങ്ങും നല്ല വൃത്തിക്ക് കാണാം കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് കാണാം. തന്നെ ഈ ബൈനോക്കുലറിൻ്റെ അടുത്തായിട്ട് തന്നെ എന്ത് വ്യൂവിലേക്കാണ് ഇത് കറക്റ്റ് വ്യൂ കൊടുക്കുന്നത് ഉള്ളത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ദെൻ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കണ്ടതാണ് കേട്ടത്. അതായത് വേൾഡിൽ വെച്ച് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടവേഴ്സും ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ എല്ലാം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. കണ്ടില്ലേ, 200 മീറ്റർ എത്തി. ഇനിയിപ്പം 150 ആയി. ഇനിയിപ്പം നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കണം. പിന്നെ നമ്മൾ പോകുന്നത് മലേഷ്യയിലെ കിങ് പാലസിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുത്തെ പാലസിൽ എത്തിയിട്ടുണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് നേരെ പോയി. പക്ഷെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതുവരെ എൻട്രി ഉള്ള 2 സ്ഥലത്ത് കൂതിരെ ഓല സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെരുന്നാൾ അങ്ങനെ എന്തോന്നത് ഇവിടെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞത്. സ്ഥലതാ കാണുന്നുണ്ട്. എനിക്ക് വെയിലായതിനെക്കൊണ്ട് ഒരു സാധനം കാണുന്നില്ല.
എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണാൻ നല്ലത്, കാരണം നല്ല ദൂരത്താണ് ഉള്ളത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇവിടെ മലേഷ്യയിലെ രാജാവിൻ്റെ വീടാണ് കാണുന്നത്. ഓക്കെ, അവരെ പാലസ്. നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസിലെ ഗേറ്റാണ് വരുന്നത്. പാലസിലെ മെയിൻ ഗേറ്റാണ് ഇത് വരുന്നത്. ഈ ഗേറ്റ് വരെ നമുക്ക് എന്തുള്ളൂ, വിസിറ്റേഴ്സിന് അലൗഡ് ഉള്ളൂ. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് പാലസ് വരുന്നത്. പാലസിൻ്റെ വീട് ഇതിൽ കാണിച്ചു തരും. പിന്നെ നമുക്ക് ഇവിടെ വിസിറ്റേഴ്സിന് വരാൻ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു സ്പോട്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ ഒരു ദിവസം, അതായത് ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ഈ പാലസ് തുറന്നു കൊടുക്കുമല്ലോ, ആളുകൾക്ക് എല്ലാവർക്കും നോർമലി വിസിറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ചൈന ടൗണിലേക്കാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനവും അഫോർഡബിൾ പ്രൈസിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രാൻഡഡ് കോപ്പി സാധനമായിട്ടുള്ള ബ്രാൻഡഡ് എല്ലാ ബാഗും ഷൂസും എല്ലാ സംഭവവും അത്രയ്ക്കും നല്ല ഭംഗിയുള്ള ഒക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ദെൻ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ കണ്ടത് കേട്ടോ, ഇവിടുത്തെ ഹോട്ടലിലൊക്കെ എങ്ങനെയാണുള്ളത് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള റൈസും പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ ലാസ്റ്റിലേക്കാണ് അതിൻ്റെ എമൗണ്ട് കൊടുക്കട്ടോ. അതിൻ്റെ പ്രൈസൊക്കെ ലാസ്റ്റിലേക്ക് പോലും പറഞ്ഞു തരും. അപ്പം കുറേ വെറൈറ്റി കറി ഉണ്ട്. പിന്നെന്താ നമ്മളെ ഉപ്പേരിയില്ലേ, അതേപോലത്തെ വേറെ സംഭവങ്ങളുണ്ട്. ദെൻ നമ്മൾ നേരെ പോയത് അക്യൂറത്തിലേക്കാണ് കേട്ടോ. അതായത് ട്വിൻ ടവറിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരും. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതില്ലേ, അതാണ് പിരാന കേട്ടോ. അപ്പം പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് കുറേ ഫിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതാ മക്കളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് അതിൽ എല്ലാത്തിലും ഇതാക്കി വെച്ചിട്ടുണ്ട്, ടച്ച് ചെയ്തെന്നുള്ളത്. ബട്ട് ചില സ്ഥലങ്ങളൊന്നും പ്രശ്നമില്ല.
കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ട്വിൻ ടവറിലേക്കാണ് കേട്ടോ. അതായത് ഈ അക്വേറിയത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ട്വിൻ ടവർ വരുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പം ഓവർ ടൈമൊന്നുമില്ല, വെറുതെ നമുക്കൊന്ന് ഇവിടെ തിരിഞ്ഞ് കളിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷനൊന്നും നമുക്കുമില്ല. അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് വേഗം പോകും കേട്ടോ. നമ്മളിപ്പം KL ടവറിലും പിന്നെ ചൈന ടവറിലും അക്വേറിയത്തിലൊക്കെ പോയിട്ട് റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.